ഹലോ. അപ്പോൾ നമ്മൾ ഡേ 3 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ രാവിലെ നമ്മളൊരു 7:30 ആയപ്പോഴത്തേക്ക് എണീറ്റ് നമുക്ക് 8:30 നമ്മുടെ ബസ് അവിടെ നിന്ന് എടുക്കും. നമ്മൾ തലേ ദിവസം തന്നെ ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് 1 ഡേ ഫുൾ നമ്മൾ ഗോദാവരി, കസ്ബേഗി ആ ഒരു ഏരിയയിലോട്ട് പോവുകയാണ്. അപ്പം രാവിലെ 8 o'clock നമുക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓടിപ്പോയിട്ട് നമ്മൾ ഫുഡൊക്കെ ഒന്ന് ഓടിച്ച് പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ സ്ഥലത്ത് അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു പോയിന്റിലെത്തി. നമ്മൾ ബസ്സിൽ കയറി. നമ്മളപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു റൂട്ടെന്ന് പറയുന്നത് ജിൻവാലി റിസർവയർ, അനനൂരി ഫോർട്രസ്, പിന്നെ ഒരു പസനൗരി റിവർ കോൺഫ്ലെക്സ്, പിന്നെ ഗോദാവരി, കസ്ബേഗി. ഈ ഒരു റൂട്ടാണ് ഒരു ഡേ നമ്മൾ പാക്കേജ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് വണ്ടിയിലുള്ള ആൾ നമുക്ക് പോകുന്ന വഴിക്കെല്ലാം വണ്ടിയിൽ ഇഷ്ടംപോലെ പല രാജ്യത്തുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ഭാഷയിൽ പോകുന്ന നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, അവിടുത്തെ എന്തൊക്കെയാണ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്രത്യേകത, ഒക്കെ കാര്യങ്ങളെല്ലാം പുള്ളി വളരെ വിശദമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ചൊക്കെ നമ്മൾ കേട്ടു. പിന്നെ ബാക്കി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്കിപ്പം അടുത്ത ദിവസം നമുക്ക് ക്ലൈമറ്റ് പ്രെഡിക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടിട്ടാണ് നമുക്ക് പോകാൻ പറ്റിയത്. ഇൻ കേസ് നമുക്ക് അവിടെ ഗോദാവരിയിൽ ചെന്നിട്ട് നമുക്ക് കസ്ബേഗിയിൽ മോഡലിലോട്ട് പോകാൻ പറ്റിയില്ല എന്ന് വരികയാണെങ്കിൽ നമുക്ക് ആ യാത്ര നമ്മൾ അടുത്ത ദിവസത്തേക്ക് പ്ലാൻ ചെയ്തത്. അപ്പം നമ്മൾ ജിൻവാലി റിസർവയർ എന്ന് പറയുന്ന ഒരു ഏരിയയിലായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ദൂരോട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മഞ്ഞുള്ള മലനിരകളും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഏരിയയിൽ ഈ ആർച്ച് പോലുള്ള അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നെങ്കിൽ അവർ 5G അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പൈസ കൊടുത്തിട്ട് ഫോട്ടോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് അവർ നമുക്കൊരു 15 minutes നമുക്ക് അവിടെ ഒന്ന് കറങ്ങി കാണാനായിട്ട് ടൈം തരും. അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി എല്ലായിടമൊക്കെ കണ്ടിട്ട് തിരിച്ച് വണ്ടിയിലോട്ട് പോവുക എന്നുള്ള ഒരു ഇതിലായിരുന്നു. ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതും കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ച് നമ്മൾ തിരിച്ച് വീണ്ടും യാത്ര തുടരും. കാരണം നമ്മൾ ഇവിടുന്ന് നമ്മൾ പെട്ടെന്ന് കണ്ടു പോയില്ലെങ്കിൽ നമുക്ക് ആ മൗണ്ടൻ ഏരിയയിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര ട്രാഫിക്കായിട്ട് നമുക്ക് മുകളിലോട്ട് പോകാനും തിരിച്ച് വരാനും നമ്മൾ ഭയങ്കരമായിട്ട് ലേറ്റാവും. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു നമുക്ക് കണ്ട് പോവാം, തോന്നിയ നമ്മൾ ടൈം എടുത്ത് സ്പെൻഡ് ചെയ്ത് ഇവിടെ സമയം കളയരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അനനൂരി ഫോർട്രസ് ആണ്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും പറയുന്നില്ല. ഞാൻ ജസ്റ്റ് നമ്മളിങ്ങനെ ഇവിടെ എത്തി. ഭയങ്കരമായിട്ട് 17th centuryയിലുള്ളൊരു ബിൽഡ് ചെയ്തൊരിതാണ്. അപ്പോൾ ഭയങ്കര പഴക്കം ചെന്നതാണ്. പക്ഷേ അതിനകത്ത് ചർച്ചുണ്ട്. ചർച്ചിനകത്തുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ കയറി കണ്ടു. കാണാനൊക്കെ ഭയങ്കര ഭംഗിയുള്ളതാണ്. ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് നമ്മളെ വണ്ടിയിൽ വന്നവരൊക്കെ ഒരു ഏരിയയിൽ നിർത്തി നമുക്ക് അതിൻ്റെ കഥകളും പുള്ളിക്കാരൻ പറഞ്ഞു തന്നതിന് ശേഷം നമ്മൾ ചുറ്റും ഒന്ന് നടന്ന് കാണാനൊക്കെ പോയി. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ട്രാവൽ ബുക്ക് ചെയ്ത് വന്നത് കൊണ്ടിട്ട് തന്നെ അവർ പറയുന്ന ടൈം അതാണ് നമുക്ക് ആകെ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ സ്വന്തമായിട്ട് കാറിലൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ, വണ്ടി റെൻ്റ് കാർ എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഓരോ ഏരിയയിലും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കാണാൻ നമുക്ക് തോന്നും. കുറേ നേരം നിൽക്കാനും കാഴ്ചകളും ഇഷ്ടംപോലെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഓരോ വ്യൂവും അടിപൊളിയാണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു അരമണിക്കൂറാണ് നമുക്ക് ടൈം തന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മളിതെല്ലാം കണ്ട് കവർ ചെയ്ത് തീരണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഓടിച്ചെല്ലാമൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു ഫോർട്രസ് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ഡെക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി നല്ല ഉയരത്തിൽ കയറി പോകണം, ആ സൈഡിൽ കൂടെ തന്നെ. അപ്പോൾ അതൊത്തിരി ടൈം എടുക്കുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കയറി കാണാനായിട്ട് നിന്നില്ല. അങ്ങനെ കയറി കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ ഏരിയ നമുക്ക് നല്ല ഭംഗിക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് പകുതി വരെ ഒന്ന് കയറി ജസ്റ്റ് കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന വഴിയിൽ ഒരാളിങ്ങനെ യേശുവിൻ്റെ പടമെല്ലാം വരയ്ക്കുന്നുണ്ട്. പുള്ളിയെല്ലാം ഹാൻഡ് പെയിൻ്റ് ചെയ്ത് നല്ല ഭംഗിക്ക് വെച്ചിട്ടുണ്ടെന്ന്. ജസ്റ്റ് അതെല്ലാം കണ്ടു. നമ്മൾ തിരിച്ചിറങ്ങി. ഇനി നമ്മൾ പോകുന്ന ഏരിയയിൽ ഇനി ഒരു വ്യൂ പോയിൻറ്റും കൂടെ ഉള്ളത് പസനൗരി റിവർ കോൺഫ്ലുവൻസ് ആണ്. നമ്മളങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ദൂരോട്ട് നോക്കുമ്പോൾ നല്ല മഞ്ഞ് മലകളൊക്കെ കാണാൻ പറ്റും. അപ്പോഴേ നമ്മളിങ്ങനെ സൂപ്പർ എക്സൈറ്റഡ് ആണ്. നമ്മൾ ജോർജിയെന്ന് കേൾക്കുമ്പോഴേ ഈ മലകളും മഞ്ഞിൽ കളിക്കുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണല്ലോ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് അങ്ങ് പോകണം. അപ്പം അതിങ്ങനെ ആ ഓരോ കാഴ്ചകളും കണ്ട് എത്രയും പെട്ടെന്ന് മഞ്ഞിൽ കളിക്കാനുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം
അതെ, നമ്മളിപ്പോൾ ഏകദേശം മറ്റേ നമ്മൾ റിവർ ആ ഒരു പോയിന്റ് എത്തി. ഇതെന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് അരഗവി ആൻഡ് ബ്ലാക്ക് അരഗവി എന്ന് പറയുന്ന 2 നദികൾ ചേർന്ന് വന്നാൽ അതിനൊരു കഥയൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു തന്നായിരുന്നു. പക്ഷേ അതൊരിക്കലും രണ്ടും കൂടെ മിക്സ് ആകത്തില്ല, രണ്ടായിട്ട് തന്നെയായിട്ടാണ് ആ നദി ഒഴുകുന്നത്. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അത് ജസ്റ്റ് അവിടെ ഒന്ന് ഒരു 10 മിനിറ്റ്സേ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന നമ്മളൊരു റെസ്റ്റോറൻറ്റ്, അതായത് മലയിലോട്ട് മുകളിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡെല്ലാം കഴിച്ചു. ഇപ്പോൾ ഒരു 12 മണി ആയിട്ടുണ്ടാവും. അപ്പം ഫുഡ് കഴിച്ചിട്ട് ഇനി മുകളിലോട്ട് കയറാം എന്നുള്ള പ്ലാനിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങി. നല്ലൊരു റെസ്റ്റോറൻറ്റ്, സൈഡിൽ കൂടി അരുവിയും നല്ല തണുത്ത കാറ്റും, അടിപൊളി ഒരു ആംബിയൻസുള്ള നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഫുഡെല്ലാം സൂപ്പർബായിരുന്നു. നമ്മൾ സൂപ്പും ചൂട് സമയത്ത് കഴിക്കാൻ പറ്റുന്ന അവരുടെ ഐറ്റംസ് എല്ലാം നമ്മൾ ട്രൈ ചെയ്തു. വാങ്ങിയതെല്ലാം അടിപൊളിയായിരുന്നു. അപ്പം അതൊരു 1/2 hour ടൈം തന്നു. അതിന് ശേഷം ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഇനി നമ്മൾ മുകളിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഡ്രസ്സെല്ലാം നല്ല തെർമൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്ത് അതെല്ലാം ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം നമ്മൾ ഓരോ ദിവസവും ടെമ്പറേച്ചർ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കസ്ബേഗിലൊക്കെ -1 degree ആണ് ടെമ്പറേച്ചർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ അതെല്ലാം നല്ല ഫുള്ളി പാക്ക്ഡ് ആയിട്ടുള്ള ഡ്രസ്സും ഷൂസും ആയാലും തെർമൽ സോക്സും കാര്യങ്ങളും ഒക്കെ ഇട്ടേക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പം തന്നെ ഏകദേശം ഒന്ന് കയറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ട്രാഫിക് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കരമായിട്ട് ഡിലേ വന്നിട്ടില്ല, എന്നാലും തിരക്കുണ്ട്. റോഡുകൾ കുറച്ച് മോശമായിട്ടുള്ളതുകൊണ്ട് അപ്പം നമ്മൾ ആ ഒരു സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ മഞ്ഞുമലകൾ ഏകദേശം നമുക്ക് അടുത്തടുത്ത് കണ്ടു തുടങ്ങി. അതിൻ്റെ മഞ്ഞുമലകൾ ഉരുവി വരുന്നതും ചെറിയ അരുവികളും ഒക്കെ, ഈ കുഞ്ഞു വെള്ള വരകളൊക്കെ ഫുൾ അരുവികളാണ്. മഞ്ഞിങ്ങനെ മെൽറ്റായിട്ട് അരുവികൾ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ പോകുന്നതിനിടയ്ക്ക് തന്നെ ഒരു ലോക്കൽ ഹണി ഷോപ്പിൻ്റെ അവിടെയും കൂടെ അവർ സ്റ്റോപ്പ് ചെയ്യും. നമുക്കതിപ്പോൾ ടേസ്റ്റ് ചെയ്യാം. ലോക്കൽ ഹണി നമുക്ക് വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് കൂടെ സ്റ്റോപ്പ് ചെയ്യും. ഇത് ഇത്രയും കൂടെ ഉൾപ്പെടുന്നതായിട്ടായിരുന്നു നമ്മുടെ പാക്കേജ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും കണ്ടോ, മഞ്ഞിങ്ങനെ മെൽറ്റായിട്ട്. ഇപ്പം നല്ല ഒരു ഉച്ച സമയമാണ്. അപ്പം തണുപ്പുമുണ്ട് എന്നാൽ ചൂടുമുണ്ട് എന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെൽറ്റായിട്ട് ഇത് മഞ്ഞ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഹണി ടേസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പം പല ടൈപ്പ് ഹണി, ഇവിടെയാണ് ഞാനിങ്ങനെ വൈറ്റ് കളറിൽ കട്ടായിട്ട് ഇരിക്കുന്ന ഹണി കാണുന്നത്. അപ്പോൾ അത് ഓരോന്നും ഓരോ ഫ്ലേവറുണ്ട്. റാസ്ബെറിയുടേത്, അങ്ങനെയൊക്കെയുള്ള പല ടൈപ്പ് ഫ്ലേവർ, ഭയങ്കര ഔഷധ ഗുണങ്ങളുള്ളത്, നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലാതെ മരുന്നായിട്ട് കഴിക്കാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ പുള്ളിക്കാരൻ കുറേയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് സംസാരിച്ച് 2 ഫ്ലേവർ നമ്മൾ വാങ്ങിയായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമ്മൾ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ഭയങ്കര ലൂസല്ല, കുറച്ച് ക്രീമി ടെക്സ്ചറായിട്ടുള്ള ഹണിയാണ്. അപ്പോൾ അതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനത്തെ ഒരു ടൈപ്പ് ഹണി ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ നമ്മൾ ഗോദാവരിയിലോട്ടാണ് പോകുന്നത്. അവിടെ എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ വേറൊരു വണ്ടിയിലാണ്. കാരണം പിന്നെ കസ്ബേഗി എന്ന് പറയുന്നത് ഭയങ്കര മഞ്ഞുള്ള വഴിയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് വേറൊരു വണ്ടിയിലോട്ട്. അപ്പം നമ്മളത് എക്സ്ട്രാ പൈസ കൊടുക്കണം. 20 ജെല് പെർ ഹെഡ് കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം താല്പര്യമുള്ളവർക്ക് പോകാം, അതല്ലാത്തവർക്ക് ഗോദാവരി താഴെ തന്നെ സ്റ്റേ ചെയ്യാം എന്നൊരു ഓപ്ഷൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും കസ്ബേഗി വരെ ഫുൾ പോയി കാണും എന്നൊരു ഇതിലാണ് പോയത്. അപ്പം നമ്മുടെ കൂടെ വന്ന കുറച്ച് പേരൊക്കെ താഴെ തന്നെ സ്റ്റേ ചെയ്യുക എന്നത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കാണുന്ന ഓരോ വ്യൂവും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ ഗൈഡ് ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓരോ റോഡുകൾ എങ്ങനെ വന്നു, പണ്ട് കാലത്ത് എങ്ങനെ അവർ ഈ മലയിലോട്ടൊക്കെ പോകാനായിട്ടുള്ള ബ്രിട്ടീഷ് ആൾക്കാരെങ്ങനെ ഇതൊക്കെ കെട്ടി, അതിനെപ്പറ്റിയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എത്രയെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുള്ള പാലങ്ങളാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു മല ഏരിയയിലോട്ട് പോകാനേ സാധിക്കില്ല. അപ്പം സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് ചെളിയും, അന്ന് റോഡൊന്നും അത്ര നല്ല സ്മൂത്തല്ല, എന്നാലും എന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്റ്റോപ്പ് ആവുന്നുണ്ടായിരുന്നു. ഇത് ഭയങ്കര എത്രയോ ദൂരം ചെന്നൊരു വലിയൊരു പാല ഏരിയയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് എത്തി. നമ്മൾ ഗോദാവരിയിൽ
നമ്മൾ ആദ്യമായിട്ട് നമ്മൾ സ്നോ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുകയാണ്. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. പിന്നെ അല്ലാതെ നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്കിവിടെ അവർ ഒരു 1 hourൊക്കെയാണ് ടൈം തന്നത്. അപ്പോൾ ആ ടൈമിന് ഉള്ളിൽ നമുക്ക് ഈ ആക്ടിവിറ്റീസ് 1 hour ഇല്ല, അതിൽ കുറവാണ്. അപ്പോൾ നമ്മളിത് ഏരിയ മഞ്ഞിൽ നടന്ന ആ ഒരു ഏരിയ ജസ്റ്റ് കണ്ട് തിരിച്ച് വരണം. അപ്പം അതിനുള്ള മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. അതിന് നല്ല പൈസ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് നടന്ന് പോയി മഞ്ഞൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് മഞ്ഞിലൊക്കെ ഒന്ന് കളിച്ച്, ആദ്യമായിട്ടാണ് ഇങ്ങനെ മഞ്ഞ് ഇത്രയും അടുത്ത് കാണുന്നത്, കയ്യിലൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എല്ലാവരും. അപ്പോൾ അതിലൊക്കെ ഒന്ന് കളിച്ച് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാം. അത്ര ഒരു ടൈം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് അത് മാത്രം നമുക്ക് കുറച്ചുകൂടി നിൽക്കണം, കുറച്ചുകൂടി മഞ്ഞിൽ കളിക്കണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് മുകളിലോട്ട് അതായത് നമ്മുടെ ഈ റഷ്യൻ ജോർജിയൻ ഫ്രണ്ട്ഷിപ്പ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബിൽഡിങ് നമുക്ക് ഈ കാണുന്നതുണ്ട്. അപ്പോൾ അതിനടുത്തോട്ട് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. ഇവിടെ ഓരോ സമയത്തും ഓരോ വ്യൂ ആണ്. നമ്മൾ ഈ മഞ്ഞ് ഫുൾ നിറഞ്ഞ് കിടക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒരു വ്യൂവും മഞ്ഞില്ലാത്ത സമയത്ത് കാണാൻ വേറൊരു ഭംഗിയാണ്. ഓരോ സമയവും ഓരോ ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം മഞ്ഞത്ത് ഇങ്ങനെ കിടക്കുന്ന കാണാൻ ഫുൾ ചുറ്റും ഇങ്ങനെ മഞ്ഞാണ്. ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അതിൻ്റെ അടുത്ത് പോയി കണ്ട് അവിടുന്ന് പിന്നെ താഴോട്ടൊക്കെ നോക്കുമ്പോൾ ഭയങ്കര കൊക്ക പോലത്തെ അവസ്ഥയാണ്. അപ്പം അതെല്ലാം കണ്ടു, അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത്രയും മഞ്ഞ് ഒരുമിച്ച് കണ്ട ഒരാളതിൽ മഞ്ഞിൽ കിടന്ന് ഉരുളക്കും അങ്ങനെയായിരുന്നു. ഫുൾ ഇതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഫുള്ള് കവർ ചെയ്തിട്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുണ്ടെങ്കിൽ തന്നെ അവർ മഞ്ഞും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തും ഉള്ളിലൊക്കെ ഇട്ടിട്ട് മൊത്തം നനച്ച് ഇതാക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ അത്രയും സാധനങ്ങളെല്ലാം കൊണ്ടുവരുമ്പം അത്രയും അവർക്ക് നല്ല സേഫായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും തെർമലായിട്ടുള്ളതൊക്കെ നമ്മൾ കരുതിക്കൊണ്ട് വേണം വരാനായിട്ട്. നമ്മുടെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ എത്തിയിട്ട് വാങ്ങാനായിട്ട് നമുക്ക് അവൈലബിൾ ആണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്കിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ. പിന്നെ മഞ്ഞിൽ കൂടെ നടക്കുക എന്ന് പറയുന്നതും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ അത് ജസ്റ്റ് അപ്പോൾ തന്നെ നമുക്ക് ടൈം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ വീണ്ടും നമ്മൾ ബാക്കിയുള്ള എല്ലാവരും വണ്ടിയിലോട്ട് കയറി. അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് കയറി അടുത്ത് സ്റ്റേഷനായിട്ടുള്ള നമ്മുടെ കസ്ബേഗിലോട്ട് നമ്മൾ യാത്ര തിരിച്ചു. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്നതോറും മഞ്ഞിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വലിയൊരു തുരങ്കത്തിനകത്തൂടെ പോയി. അപ്പോൾ അതിനകത്ത് ഉള്ളിൽ കൂടി നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും കുഞ്ഞു കുഞ്ഞു വെള്ളം ഒലിച്ചിറങ്ങി മഞ്ഞ് പാളികൾ. ഈ കാണുന്നതും ബ്രൗൺ കളർ കാണുന്നതും അതൊരു അരുവി പോലെ നല്ല വെള്ളമാണ്, കുടിക്കാനൊക്കെ കൊള്ളാവുന്ന തരത്തിലുള്ള നല്ല വെള്ളമാണ്. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തോന്നും എന്തോ പായൽ പിടിച്ചിരിക്കുകയാണെന്ന്, പക്ഷേ അല്ല. അപ്പോൾ ഇതുപോലുള്ള 1-2 തുരങ്കത്തിൻ്റെ അകത്തുകൂടി കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഇനി കസ്ബേഗിലോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ഏകദേശം കസ്ബേഗി എത്താറായി. നമ്മുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാർ കസ്ബേഗിയിൽ ഇറങ്ങിയിട്ട് അവിടെ തന്നെ അവിടെയും നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ താമസിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളവർ അങ്ങനെ അവിടെ ഇറങ്ങി സ്റ്റേ ചെയ്തിട്ട് പിന്നെ അടുത്ത് വരുന്നവരുണ്ട്. നമ്മൾ ഈ ഒരു പാക്കേജ് എടുത്തിട്ട് വന്നത് കൊണ്ടിട്ട് നമുക്ക് അത്ര ദിവസം സ്പെൻഡ് ചെയ്യാനില്ലാത്തത് കൊണ്ടിട്ടും നമ്മൾ തിരിച്ച് ഇതുപോലെ 1 day പാക്കേജ് എടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കസ്ബേഗിയിൽ നിന്ന് നമ്മൾ അടുത്ത കസ്ബേഗി മൗണ്ടനിലോട്ട് നമ്മൾ വാനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോകുന്ന വഴിയെല്ലാം നല്ല ഹൈറ്റും ഉണ്ട്, ഫുൾ മഞ്ഞാണ് റോഡിൽ. അപ്പം ഇതിനിടയിൽ തന്നെ നോർമലായിട്ടുള്ള കാറ് കൊണ്ടുവന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂകളായിട്ടുള്ള ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള രീതിയിൽ ആൾക്കാർ നമുക്ക് വണ്ടി ഓടിച്ച് അത് സ്ലിപ്പായിട്ട് പോകുന്നത് കാണാൻ പറ്റി. അത് കാരണം ഭയങ്കരമായിട്ട് ബ്ലോക്ക് ഉണ്ടാവുന്ന ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ കസ്ബേഗിലോട്ട് പോകണമെങ്കിൽ നമുക്ക് സ്വന്തം കാറിൽ എന്തായാലും പോകാൻ പറ്റില്ല. അതിന് പ്രത്യേകം നമ്മൾ ആ ഒരു ടൈപ്പ് മഞ്ഞിൽ പോകാൻ പറ്റുന്ന ടയറുള്ള വണ്ടിയിൽ തന്നെ വേണം പോകാനായിട്ട്. മുന്നോട്ടിങ്ങനെ പോകും തോറും റോഡെന്ന് പറയാനില്ല, ഒരു കുഞ്ഞു ആ ഒരു 2 വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റും. ആ ഒരു വഴി എന്ന് പറയുന്നത് ഫുള്ളിങ്ങനെ മഞ്ഞ് കൂടി നമ്മുടെ വണ്ടിയുടെ സൈഡിലും വണ്ടിയെക്കാട്ടിയും പൊക്കത്തിൽ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റും നമ്മുടെ സൈഡുകളിൽ. അങ്ങനെയുള്ളൊരു ഏരിയയിൽ അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ മൗണ്ടൻ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു
ഫേമസ് ആയിട്ടുള്ള ചർച്ചുണ്ട്. നമുക്ക് അത് ആ കാണുന്ന ചർച്ചിൻ്റെ മുകളിലോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ ഇച്ചിരി മുകളിലോട്ട് നമ്മൾ നടന്നു വേണം. ഈ പോകുന്ന വഴി എന്ന് പറയുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ മഞ്ഞിൽ മിക്ക ആൾക്കാരും മഞ്ഞിൽ ചവിട്ടിയിട്ട് തെന്നി വീഴുന്നുണ്ടായിരുന്നു. മഞ്ഞിൽ വീണാലും ഭയങ്കര ഇതാണ്, ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ദിവസം അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലോട്ടൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്ന ഷൂ മഞ്ഞിൽ ചവിട്ടാൻ പറ്റുന്നത് തന്നെ ആയിരിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് നമുക്ക് നടക്കാനായിട്ട്. അപ്പം നമ്മൾ പതിയെ അതിലൊക്കെ പിടിച്ച് അതിന് മുകളിലോട്ട് കയറി. അപ്പം ഇവിടെയും നമുക്ക് ടൈം തന്നേക്കുന്നത് ഒരു നിശ്ചിത ടൈമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ മുകളിൽ പോയിട്ട് ഇത് കണ്ട് താഴെ തിരിച്ചിറങ്ങി വരണം. അതെന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. നമ്മൾ മാക്സിമം സ്പീഡിൽ കയറി ജസ്റ്റ് അവിടേക്കൊന്ന് ഓടിച്ച് കണ്ട്. അപ്പോൾ അതിനകത്തും ചർച്ചുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് കയറി കണ്ടിട്ട് ഭയങ്കര, പിന്നെ ഫുൾ ചുറ്റും കാണുന്നതൊക്കെ മഞ്ഞാണ്. കാണാനായിട്ട് ഭയങ്കര രസമാണ്. കുറേ സമയം അവിടെ തന്നെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നും. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ല. അതുകൊണ്ട് ജസ്റ്റ് കണ്ട് ഫോട്ടോ എടുത്ത് തിരിച്ചിറങ്ങണം. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ പള്ളിയുടെ അകത്തൊക്കെ ഒന്ന് കണ്ടു. എന്നിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി. അപ്പം ഇവിടെ ഇതിൻ്റെ ടോപ്പിലും വലിയ പട്ടികൾ, നല്ല തോന്നി രോമമൊക്കെ ഉള്ള തണുപ്പ് പ്രതിരോധിക്കാൻ പറ്റുന്ന പട്ടികളൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ജസ്റ്റ് കണ്ട് ഇനി നമ്മൾ തിരിച്ച് പോകാറായി. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ കൂടി നമുക്ക് മഞ്ഞിൽ കളിക്കാൻ പറ്റുള്ളല്ലോ, നമുക്ക് കുറച്ച് കളിക്കണം എന്നുള്ള ഇതിൽ അവസാനമായിട്ട് കുറച്ച് സമയം കൂടെയൊക്കെ നമ്മൾ മഞ്ഞിൽ ജസ്റ്റ് കളിച്ച് അപ്പം തന്നെ നമ്മൾ കയറി വണ്ടിയിലോട്ട് തിരിച്ച് യാത്ര തുടങ്ങി. കാരണം നമ്മളിപ്പോൾ തന്നെ കുറച്ച് ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇനി തിരിച്ചാൽ മാത്രമേ നമ്മുടെ ടിബിലിസിയിൽ ഒരു 9 o'clock തിരിച്ചെത്തുള്ളൂ. തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഇപ്പോഴും വണ്ടികൾ ഇതുപോലെ നോർമൽ കാറുകൾ വന്നിട്ട് സ്കിഡായിട്ട് അങ്ങോട്ട് നീങ്ങി താഴോട്ട് പോകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ കുറേ കൂടി ലേറ്റായി. നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും ഇത് മുകളിലോട്ട് വരാത്തവർ താഴെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താഴെ ചെന്നിട്ട് വീണ്ടും വണ്ടി മാറി കയറി നമ്മൾ ടിബിലിസിയിലോട്ട് യാത്ര തിരിച്ചു. ഇടയ്ക്കൊരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ചെയ്ത് ജസ്റ്റ് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ ടിബിലിസി എത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9 o'clock ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1 day ഫുള്ളായിട്ടുള്ളൊരു അനനൂരി ഫോർട്രസ്സും ഗോദാവരിയും കസ്ബേഗിയും ഒക്കെ നിറയെ മഞ്ഞും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു അടിപൊളി ദിവസമായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാതെ. പോകുന്ന വഴിക്കും വേറെ കുറച്ച് റോഡിൻ്റെ പണികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം അതുവഴി പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ട്രാവൽ ഈസി ആക്കാനുള്ള അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോകുന്ന വഴി തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പിന്നെ ഫുള്ളിങ്ങനെ മഞ്ഞ്, റോഡ്, യാത്ര, അത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രയായിരുന്നു. എന്തായാലും എല്ലാവരും ഒരു തവണയെങ്കിലും പറ്റുവാണെങ്കിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്രയാണ്. അതും ഈ ഒരു ടൈം, ഈ ഒരു മഞ്ഞ്, അതൊന്നും നമുക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ മഞ്ഞിൽ താമസിക്കാത്തവർക്ക്. അപ്പോൾ അതൊരു മസ്റ്റ് ആയിട്ടുള്ളൊരു യാത്രയാണ്.